പ്രമേഹ രോഗികളിൽ അസിഡിറ്റി പ്രോബ്ലം എന്തുകൊണ്ട് കൂടുതലായി കാണപ്പെടുന്നു? ഇതേപ്പറ്റിയാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 40% പ്രമേഹ രോഗികൾക്ക് അസിഡിറ്റി പ്രോബ്ലം ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പ്രമേഹ രോഗികൾ മിക്കവാറും അമിതവണ്ണമുള്ളവരാണ്. അമിതവണ്ണം എന്ന് പറയുന്നത് നമ്മുടെ വയറിനകത്ത് അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ്. ഇത്തരത്തിൽ ധാരാളം കൊഴുപ്പ് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് അത് ആമാശയത്തെ മുകളിലേക്ക് പുഷ് ചെയ്യുന്നു. ഇത്തരത്തിൽ ആമാശയം മുകളിലേക്ക് പുഷ് ചെയ്യപ്പെടുമ്പോൾ ആമാശയത്തിനകത്തുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ആസിഡും മുകളിലേക്ക് കയറി വരികയും അങ്ങനെ അസിഡിറ്റി പ്രോബ്ലം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി പ്രമേഹ രോഗികളിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഹയാറ്റസ് ഹെർണിയ. നമ്മുടെ അന്നനാളം നെഞ്ചിനകത്ത് നിന്ന് വയറിലേക്ക് അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് പ്രവേശിക്കുന്നത് ഡയഫ്രം എന്ന മസിലിലുള്ള ഹയാറ്റസ് എന്ന് പറയുന്ന ഒരു ദ്വാരത്തിലൂടെയാണ്. പ്രമേഹ രോഗികളിൽ വയറിനകത്ത് ധാരാളം കൊഴുപ്പുള്ളത് കൊണ്ട് അതിൻ്റെ പ്രഷർ അന്നനാളത്തെ ഈ ഹയാറ്റസ് എന്ന് പറയുന്ന ദ്വാരത്തിലൂടെ മുകളിലേക്ക് പുഷ് ചെയ്യും. ഇതും അസിഡിക് പ്രോബ്ലത്തിന് ഒരു കാരണമാണ്. അടുത്ത ഒരു പ്രശ്നമാണ് ഡയബറ്റിക് ഗാസ്ട്രോപെരസിസ്. പ്രമേഹം ദീർഘകാലം അനിയന്ത്രിതമായി തുടർന്നാൽ അത് നമ്മുടെ കാലിലേക്കുള്ള ഞരമ്പുകളെ ബാധിച്ച് ഡയബറ്റിക് ന്യൂറോപ്പതി വരുത്തും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാലിലെ ഞരമ്പുകളെ ബാധിക്കുന്നത് പോലെ അനിയന്ത്രിതമായ പ്രമേഹം നമ്മുടെ ആമാശയത്തിൻ്റെയും കുടലുകളുടെയും ചലനത്തെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളെയും ബാധിക്കും. ഇത്തരത്തിൽ ആമാശയത്തിലെ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് ഗാസ്ട്രോപെരസിസ്. ഡയബറ്റിക് ഗാസ്ട്രോപെരസിസ് ഉള്ള വ്യക്തികൾക്ക് ഭക്ഷണം ആമാശയത്തിൽ കൂടുതൽ നേരം കെട്ടിക്കിടക്കുന്നതിനും അങ്ങനെ അസിഡിറ്റി പ്രോബ്ലം ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇനി പ്രമേഹ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ഫോർ എക്സാമ്പിൾ മെറ്റ്ഫോമിൻ, ആസ്പിരിൻ, GLP-1 അനലോഗ് തുടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്കും അസിഡിറ്റി പ്രോബ്ലം വളരെ സാധാരണയായി കണ്ടുവരുന്നു. ഏകദേശം 30% മെറ്റ്ഫോമിൻ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് അസിഡിറ്റി പ്രോബ്ലം ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് അസിഡിറ്റി പ്രോബ്ലം വരുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് വേണം ചികിത്സാ രീതികൾ തീരുമാനിക്കാൻ. മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ മരുന്നാണ് അസിഡിറ്റി പ്രോബ്ലത്തിന് കാരണമാകുന്നതെങ്കിൽ മരുന്ന് ചേഞ്ച് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്. ഡയബറ്റിക് ഗാസ്ട്രോപെരസിസിൽ ഫ്രീക്വൻറ്റ് സ്മോൾ മീൽസ്, അതായത് ഭക്ഷണം അളവ് കുറച്ച് തവണ കൂട്ടി കഴിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.